ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഈ പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണാം, കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ. എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പള്ളിയിലേക്ക് നിസ്കാരത്തിനായിട്ട് പോകേണ്ട എല്ലാവരും പോയിട്ടുണ്ടായിന്. എന്താ പറയുക, ഞാനും ഉമ്മയും വീട്ടിൽ നിന്ന് നിസ്കരിച്ച് അപ്പം അവരെല്ലാം പള്ളിയിൽ പോയിട്ടുണ്ടായിട്ട് നമ്മൾ ഇവിടെ എന്താ പറയുക, ഓരോരോ പള്ളിയിൽ 7 മണിക്ക് അല്ലെങ്കിൽ 6:30 മണിക്ക് അങ്ങനെയെല്ലാം ടൈമിംഗ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറയുക, എല്ലാവരും അങ്ങനെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന്. ആ ഒരു ടൈമിൽ എന്താ രാവിലെ തന്നെ ഉമ്മ പായസമാക്കാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. 2 പേക്ക് പാലിൽ നമ്മൾ ഈ പായസം മിക്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ എന്താ പാലട അതിൻ്റെ ആട്ട ആക്കുന്നത്. ഒരു മിക്സ് വെച്ചിട്ട് എന്താ അവരൊക്കെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിട്ട് വന്നാലേ കൊടുക്കാൻ ചൊല്ലിയിട്ട് അങ്ങനെ ആക്കുന്ന കേട്ടോ. രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെയുണ്ട്, ഈ ചെറിയ വിരുന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോവുക അങ്ങനെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന്. അപ്പം വന്ന് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പായസം കൊടുക്കാമെന്നുള്ള ഇതിൽ ഇങ്ങനെ വേദന പായസമെല്ലാം ആക്കി വെക്കല. പിന്നെ ഇതാ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ആയിട്ട് നമ്മൾ ഈ മുട്ടാപ്പം പിന്നെ ബീഫ് കറിയും ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പായസമെല്ലാം ആകുന്ന സമയത്ത് ഉമ്മാക്കുന്നുണ്ടായിന്. അപ്പം ഞാനെന്താക്കി വേഗം ഫുഡെല്ലാം അങ്ങനെ കഴിക്കല. ഈ മുട്ടപ്പത്തിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇതിലേക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ടായിട്ടില്ല. ഇത് എന്താ പറയുക, മുട്ടയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടാപ്പാന്ന് കേട്ടോ. കണ്ണൂരിലും നമ്മളിങ്ങനെ മുട്ടാപ്പാന്നാണ് പറയൽ. ഓരോരുത്തരെല്ലാം ഇതിനെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതിനെല്ലാം എന്തെല്ലോ പേരുണ്ട്. അപ്പം നമ്മളെല്ലാം മുട്ടാപ്പം തന്നെയാണെന്നാണ് പറയൽ. നമ്മൾ എന്താ പറയുക, ചോറും പച്ചരിയൊക്കെ ആക്കിയിട്ട് എന്താ പറയുക അരച്ചിട്ട് നമ്മൾ ഈ ഓയിലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൂലേ, അങ്ങനെ ആക്കുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല, ഇതിലും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം ആക്കിയിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിക്കലാം. അപ്പോൾ ഇതാ നമ്മൾ പായസമെല്ലാം എന്താ പറയുക, ആദ്യം 2 പേക്ക് പാലൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനെ. ഒരു ടൈമിലാണ് ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നത്. അപ്പം ഞാൻ എന്തൊക്കെയോ ആക്കുന്നതല്ലേ ഒന്ന് ഷൂട്ടാക്കാൻ ചൊല്ലിയിട്ട് പാല് തിളക്കുന്ന സമയത്ത് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നേ കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഈ മിക്സിയിലേക്ക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, പഞ്ചസാരയും ഒന്നും ആഡാക്കണ്ട. നമുക്ക് സാധാ പാല് തിളപ്പിച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയിലെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചാൽ മതി. എന്നിട്ടിതാ അങ്ങനെ ഈ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് പായസമാക്കിയിട്ട് അവിടെ വെക്കലാണ് കേട്ടോ. അങ്ങനെ പായസം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് പോലെ കഴിക്കാൻ വേണ്ടി ആക്കി വെക്കുന്ന ഡെസേർട്ടോ അല്ലെങ്കിൽ പുഡിങ്ങോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. നവാബി സമായിൽ ആ ഒരു രീതിക്കാണ് കേട്ടോ ആക്കുന്നത്. അപ്പം അങ്ങനെയോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ കുനാഫ മോഡൽ അങ്ങനെയൊക്കെ ആട്ടോ ആക്കുന്നത്. അപ്പം ഞാൻ കാണിച്ചു തരാം. പേരൊന്നും എനിക്ക് ശരിക്കറിയില്ല, എനിക്കിങ്ങനെ തോന്നുന്ന പോലെയൊക്കെ ആക്കുന്ന കേട്ടോ. അതിന് വേണ്ടിക്ക് ഞാനിതാ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നേരിയ ടൈപ്പ് സേമിയ ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അതിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്ന. എന്നിട്ട് ഒന്ന് എന്താ പറയുക, കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം കേട്ടോ. ചെറിയ രീതിയിലാക്കിയിട്ട് എടുക്കാം. അങ്ങനെ കേട്ടോ. അങ്ങനെ ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഒരു 3
നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-3.5 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഒരു 2 ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയില്ലേ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന. പാൽപ്പൊടീൻ്റെ എന്താ പറയുക ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ ഇട്ടാലും പ്രശ്നമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിതാ ഇതിലേക്കൊരു ബട്ടർ മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കല. ഒരു കാക്കപ്പൊക്കെ വേണ്ടി വരും കേട്ടോ, നന്നായിട്ട് മിക്സാക്കിയിട്ട് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിക്ക്. അത്ര ഇല്ലെങ്കിൽ പ്രശ്നമില്ല. ബട്ടർ അല്ലെങ്കിൽ നമുക്ക് ഗീ ആയാലും പശു നെയ്യില്ലേ, അതായാലും പ്രശ്നമില്ല. എന്നെങ്കിലും ബട്ടർ തന്നെയാണ് ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ ആ ഒരു രീതിക്ക് കിട്ടണമെങ്കിൽ ബട്ടർ തന്നെ നല്ലത്. ഞാനിതാ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്ന. പിന്നെ ബട്ടർ ഒഴിച്ചത് പോരാൻ തോന്നിയിട്ട് ഞാൻ ചെറിയൊരു പീസും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും മെൽറ്റാക്കിയിട്ട് ഇടുന്നതന്നെ നല്ലത്, പക്ഷേങ്കിൽ ടൈമായി എന്ന് വെച്ചിട്ട് ഞാൻ എന്താക്കി അത് അങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. എന്തായാലും നമ്മൾ ഇത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അത് ഞാൻ ഇതിലേക്ക് കാണിച്ചിട്ടില്ല കേട്ടോ. എല്ലാം കൂടി അങ്ങനെ എന്താ പറയുക ഷൂട്ട് ചെയ്യാൻ വേണ്ടിക്ക് വിട്ടുപോയി. ആ ഒരു സ്റ്റേജ് എന്താ പറയുക വിട്ടുപോയി കേട്ടോ ശരിക്കും ഷൂട്ടാക്കാൻ. കാരണം എന്താ പറയുക ഇപ്പം തന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ഉച്ചക്കേക്ക് വേണ്ടിക്കുള്ളതല്ലേ, അപ്പം ടൈം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ ഞാൻ ഷൂട്ടാക്കാൻ വേണ്ടിക്ക് നിന്നിട്ടില്ല കേട്ടോ. എല്ലാം സ്പീഡായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഞാനിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പുഡിങ് ട്രേയില്ലേ അത് അതിലേക്ക് എന്താക്കുക സെറ്റാക്കാൻ വേണ്ടിക്ക് വെക്കാട്ടോ. ആദ്യം ഇതുപോലെ നമുക്കൊരു ഹാഫ് പോർഷനായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ 2 ഇങ്ങനെ ഒന്ന് മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഫിറ്റാക്കിയിട്ട് വെക്കല. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്കൊരു ക്രീം ഉണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ കുനാഫയൊക്കെ ആക്കുമ്പം ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ക്രീം, അതിനായിട്ട് നമ്മൾ അതിലേക്ക് എന്താ പറയുക നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടിട്ട് ആ ഒരു രീതിക്ക് ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിക്ക് ഞാനിത് ആദ്യം ഇതൊന്ന് സെറ്റാക്കിയിട്ട് വെക്കലാം. അതെന്ന് വെച്ചാൽ നമ്മൾ ആക്കിയ പാട് ഡയറക്റ്റ് ചൂടോടെ തന്നെ ഒഴിച്ചെങ്കിൽ ഇതിൽ തന്നെ സെറ്റാവും. അല്ലെങ്കിൽ ആ ക്രീം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതാക്കുന്നതെങ്കിൽ ആ ക്രീമും സെറ്റായി പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ വെച്ചിട്ട് ഞാനിത് ചൂടോടെ തന്നെ ഒഴിക്കേണ്ട സംഭവമല്ലേ. അതുകൊണ്ട് ഇത് ആദ്യം തന്നെ ആക്കി വെക്കാൻ വേണ്ടിക്ക് ശ്രദ്ധിക്കാം കേട്ടോ. എന്നിട്ട് ഇത് ആദ്യം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പകുതി പോർഷൻ ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ക്രീമിൻ്റെ മേലിലേക്കായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്കുള്ളതാണ് കേട്ടോ. അപ്പം എന്താ പറയുക ഞാനിതാ ആ ക്രീം ആക്കാൻ വേണ്ടിക്ക് ഒരു പാക്ക് പാല് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തായിട്ട് ഉമ്മ ബിരിയാണീൻ്റെ എന്താ പറയുക ചോറുണ്ടല്ലോ നെയ്ച്ചോറ്, അത് ആക്കാൻ വേണ്ടിക്ക് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ബിരിയാണീൻ്റെ മസാല നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ട് ബീഫിൻ്റെ മസാലയൊന്നും ആക്കിയിട്ടുള്ള അതെല്ലാം നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഇങ്ങനെ കാണിക്കണ്ടല്ലോ എപ്പം എന്താ പറയുക അധികം വീഡിയോയിൽ ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ കാണുന്നല്ലേ. പിന്നെ ഇപ്പം ആക്കുന്ന ആ ഒരു ഡെസേർട്ട് ഇതുവരെ ഷെയർ ആക്കിയിട്ടില്ല. അതൊന്ന് ഷെയർ ആക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി ഇതാ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിലേക്കൊരു 2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ തന്നെ മിൽക്ക് പൗഡർ എന്താ പറയുക പാൽപ്പൊടി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഒരു മിക്സിലാണ് എല്ലാം ഇട്ടെടുക്കുന്നത്. എന്നിട്ട് എന്താക്കുക കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പാലൊഴിച്ചിട്ട് ഒന്നും കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഈ എന്താ പറയുക കസ്റ്റാർഡ് പൗഡറൊക്കെ എങ്ങനെയാണ് നമ്മൾ മിക്സാക്കി എടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ്. അതിലേക്ക് പാൽപ്പൊടിയും കോൺഫ്ലോറും ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ആദ്യത അട മിക്സാക്കിയിട്ട് അട വെച്ചിട്ടുണ്ടായിന്. ആ ഒരു ടൈമിൽ നമ്മളെ പാല് നന്നായിട്ട് തിളച്ചിട്ട് വന്നിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനിതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ അത് ഇതിലേക്കും കൂടിയാണ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പം അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്കി മേഡൊക്കെ വേണമെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് എന്താ പറയുക, നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച പാടനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ച പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെന്താ പറയുക, ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താക്കാം, ഒഴിച്ചപാട് നന്നായിട്ട് ഈ പാലും മിക്സും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പം എന്താ പറയുക, ഇനി ഇതൊന്ന് 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നാൽ മതി. അപ്പം തന്നെ നമ്മൾ ഈ പാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. എന്നിട്ട് എന്താ പറയുക, ഫ്ലെയിം ഓഫാക്കുക. അപ്പം ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് എന്താക്കാം, ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച ആ ഒരു പുഡിങ് ട്രേയിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക വേണ്ട ചെയ്യേണ്ടത്. അങ്ങനെ ഞാനിതാ എല്ലാം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്താക്കാം, ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. അങ്ങനെ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ഈ ക്രീം ഇട്ടതിന് ശേഷം നമുക്ക് മേലായിട്ട് നമ്മൾ നേരത്തെ ആക്കിയ മിക്സിയിലെ സേമിയത്തിൻ്റെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിത് എന്താ പറയുക, ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സൈഡിലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഈ സേമിയം ഇടുന്നെങ്കിൽ ഇടാം. അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിതുപോലെ സേമിയം ഫുള്ളായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ പിസ്റ്റിയൊക്കെ ഒന്ന് ക്രഷ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇടുന്നെങ്കിൽ ഇടുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഈ നട്ട്സ് എന്തൊക്കെയോ ഉണ്ടല്ലോ ഓപ്ഷൻസൊക്കെ ഡെക്കറേഷന് വേണ്ടിക്ക്, അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പം നന്ന ലേറ്റ് ആയിട്ടുണ്ട്, അതിന് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം അതിൻ്റെ മേലേക്കായിട്ട് ഇങ്ങനെ സേമിയത്തിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കല. എന്നിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിലും ഓൾറെഡി നന്ന ലേറ്റായി. ഇനി ഇതെന്താക്കാം, നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. നമുക്ക് ഫ്രീസറിലെങ്കിൽ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചാലും ഇത് നന്നായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ എന്താക്കാം, ഇതൊന്ന് സെറ്റാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഡെക്കറേഷനും എല്ലാം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. ഇത് പോരാണ്ട് ചെറിയൊരു ബൗളിലും കൂടി ഞാനവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കിയുണ്ടായിന്, അതും കുറച്ച് ക്രീമും കുറച്ച് സേമിയത്തിൻ്റെതും മിക്സും ബാക്കിയുണ്ടായിന്. അതെന്താക്കി ഞാനൊരു ചെറിയ ബൗളിലേക്കും ഇതുപോലെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നും അങ്ങനെ കാണിച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ ഫിനിഷായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ടായിന്. അതുകൊണ്ട് ഇതാ നമ്മളെ ബിരിയാണി ദമ്മിട്ട് പിന്നെ ബീഫിൻ്റെ ബിരിയാണിയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിന്. അപ്പം ബീഫ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. ഫ്രൈയും എന്താ പറയുക, നല്ല വരട്ടിയ പോലെ ആക്കിയിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ടുണ്ടായിന്. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതും കൂടി ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ കേട്ടോ.
പിന്നെ ആക്കുമ്പം തന്നെ കുറച്ച് നെയ്ച്ചോറൊന്ന് മാറ്റി വെച്ചതാണ്. എന്താ പറയുക, വേണ്ടവർക്ക് നെയ്ച്ചോറ്, ഉപ്പാക്കെല്ലാം അങ്ങനെ നെയ്ച്ചോറ് ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പാക്കും അങ്ങനെ കഴിക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ ഇതാ ചോറെല്ലാം കഴിക്കല, അങ്ങനെ പെരുന്നാളിൻ്റെ ബിരിയാണി അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരുത്തർ ഓരോ ടൈമിലാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിന്. ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഞാനങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഉമ്മ ആക്കിയ പാട് നേരത്തെ തന്നെ കഴിച്ചിട്ടാ. പിന്നെ എന്താ പറയുക, ഇക്കാക്ക ബ്രദേഴ്സൊക്കെ അങ്ങനെ പെരുന്നാൾ പള്ളിയും കഴിഞ്ഞ് അങ്ങനെ അവരൊക്കെ എവിടെയൊക്കെയോ പോയിട്ടുള്ളത്. ഉപ്പയും വീട്ടിലില്ല, എല്ലാവരും അങ്ങനെ പോയിട്ടുള്ളത്. ഓരോരുത്തരും വരുന്നതിനനുസരിച്ച് ചോറങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കല, അപ്പോൾ ആരുമില്ല. അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ എന്താ പറയുക ആക്കിയിട്ട് അങ്ങനെ കഴിക്കല കേട്ടോ. ഓരോരുത്തർ വരുന്നതിന് ആക്കിയിട്ട് കഴിക്കല. അപ്പത്തെയും പോലെ എല്ലാവരെയും ഒപ്പരം ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും പ്രശ്നമില്ല, അൽഹംദുലില്ലാ. അങ്ങനെ പെരുന്നാളൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും ചോറ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ലാസ്റ്റ് ഇത് കഴിക്കാൻ മാത്രം എല്ലാവരും അങ്ങനെ ഒന്നിച്ച് കിട്ടിയിട്ടാ. അങ്ങനെ ഇതാ എല്ലാവർക്കും അങ്ങനെ സെർവ് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിക്കലാട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ ആ ഒരു കുനാഫിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. പക്ഷേ അതിൻ്റെ ക്രീമൊന്ന് കുറച്ചൊരു ചേഞ്ച് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഒന്നാമത് ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ എല്ലാവരും അങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കല കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. എല്ലാവരും പിന്നെയും അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പം എന്താ പറയുക, ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാനിത് ഇറങ്ങിയിട്ടുണ്ടായിന്. ഇക്കാൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെ അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്താ പറയുക, ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ തന്നെ. പിന്നെ കൂടുതലായിട്ടൊന്നും ഷൂട്ടാക്കിയിട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ. അപ്പം ഇനി വരാം ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.